ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടിനേക്കാളും SDPയെക്കാളും ഇവിടുത്തെ മാർക്സിസ്റ്റ് ഇത്രയും വലിയ ഗുണ്ടകളെക്കാളും പിന്നെ നീയല്ലടി ആലപ്പുഴയില് ഈ പണം കൊടുക്കാനുള്ള പെണ്ണിനെ ഇറക്കിയത്? ഞാൻ അറിയണ പെണ്ണാണോ അത്? ഏത് പണം കൊടുക്കാനുള്ള? ഇപ്പൊ ഈ കേസ് മുഴുവൻ ഉണ്ടാക്കിയത് നീ ഒറ്റ ഒരുത്തിയാ. കാരണം നീയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്, നീയാണ് അവളെ ഇവിടെ വിട്ടിട്ടുള്ളത്. എവിടെ വിട്ടിട്ടുള്ളത്? ആലപ്പുഴ കാറിലല്ലടി അവള് വന്നത്. എവിടെ? എന്റെ ശോഭ, ഞാൻ കോടതി കേട്ടിട്ടില്ലെങ്കിൽ ഈ ആവശ്യമില്ലാത്ത കാര്യം ഒന്നും പറയണ്ട ശോഭേ. ഈ ശോഭ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ശോഭ എന്നെ വിളിച്ച് ഇത്ര കോപത്തോടു കൂടി ചോദിക്കുന്നത് എന്തുകൊണ്ടാ? ശോഭയ്ക്ക് സങ്കടവും ദേഷ്യവും വന്നതുകൊണ്ടാ. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അടിച്ചതിന്റെ പണി ഞാൻ തീർക്കും. നീ അല്ലേടി ആലപ്പുഴയിൽ നിന്ന് പണം കൊടുക്കാൻ ആളെ ഇറക്കിയത്? ആലപ്പുഴയിലെ BJP പ്രവർത്തകർക്കെതിരെ ഭീഷണിയുമായിട്ടാണ് ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ രംഗത്തേക്ക് വരുന്നത്. ബിന്ദു വിനയകുമാറിനെതിരെയാണ് ശോഭാ സുരേന്ദ്രന്റെ ഭീഷണി. സമൂഹ മാധ്യമങ്ങളിൽ വളരെ വലിയ ചർച്ചയായിട്ട് പാലക്കാട്ടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ട് പിടിക്കാൻ വേണ്ടി BJP പണമൊഴുക്കി എന്നൊക്കെയുള്ള വിവാദങ്ങൾ ശക്തമാകുന്നതിനിടയിലാണ് ഇപ്പോൾ ശോഭയ്ക്ക് വെല്ലുവിളി ഏൽക്കുന്നത് പോലെ ശോഭാ സുരേന്ദ്രന്റെ കോൾ റെക്കോർഡ് കൂടെ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. സ്വന്തം പാർട്ടി നേതാക്കന്മാർക്കെതിരെയും സ്വന്തം പാർട്ടിയെ തകർക്കുന്ന തരത്തിലും പ്രവർത്തകർ നിൽക്കുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുന്ന തരത്തിലാണ് ഈ ഒരു വോയിസ് സന്ദേശം വ്യക്തമാകുന്നത്. തന്നെ പാർട്ടിയിലെ ചില ആളുകൾ ചേർന്ന് പ്രത്യേകിച്ച് ശോഭയുടെ നേതൃത്വത്തിൽ പാർട്ടി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇറക്കാതെ ഒതുക്കി തീർത്തു. അതുകൊണ്ട് ശോഭയ്ക്കെതിരെ ഇത്തരം ഒരു പരാതി വരുമ്പോൾ അതിൽ തന്റെ അഭിപ്രായം താൻ ഫേസ്ബുക്കിൽ കുറിച്ചു എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വനിതാ BJP പ്രവർത്തക ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. ആ പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ ശോഭാ സുരേന്ദ്രൻ ഇവരെ ആലപ്പുഴയിലെ BJP പ്രവർത്തകയെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്ന ശബ്ദ സന്ദേശമാണ് പുറത്തേക്ക് വരുന്നത്. നിലവിൽ വലിയ പ്രശ്നമായിട്ട് ശോഭാ സുരേന്ദ്രൻ പണം ഇറക്കിയോ, വോട്ട് പിടിക്കാൻ വേണ്ടി പണം ഇറക്കിയോ എന്നൊരു സംശയം നിലനിൽക്കുകയാണ്. അതിനൊരു ന്യായീകരണമോ അല്ലെങ്കിൽ വിശദീകരണമോ കൃത്യമായിട്ട് ജനങ്ങൾക്കുള്ളിലേക്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെയാണ് ശോഭാ സുരേന്ദ്രന്റെ ഈ ഒരു ശബ്ദ സന്ദേശം കൂടെ പുറത്തു വരുന്നത്. ഇതോടുകൂടെ വലിയ രീതിയിൽ ശോഭാ സുരേന്ദ്രനെതിരെ വിമർശനങ്ങൾ വരികയാണ്. പാലക്കാട് എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട ഒരു മത്സര മണ്ഡലമായിട്ട് ഇത്തവണ മാറിയിട്ടുണ്ട്. ശോഭ മത്സരിക്കുന്നിടത്തൊക്കെ എപ്പോഴും ശോഭയ്ക്ക് ലഭിക്കുന്ന വോട്ട് വിഹിതം കൂടാറുള്ളത് കൊണ്ട് ഈ തവണ വോട്ട് വിഹിതം കൂടും എന്നതിനേക്കാളുപരി വിജയ സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തലായിരുന്നു പാലക്കാട്ടെ രാഷ്ട്രീയം. എന്നാൽ ചാനലുകളിലൂടെ പ്രചരിച്ച വീഡിയോയിൽ ശോഭാ സുരേന്ദ്രൻ എത്തിയ സ്ഥലത്ത് നിന്ന് ഒരു സ്ത്രീ വയോധികയായ മറ്റൊരു സ്ത്രീക്ക് എന്തോന്നും നൽകുന്നതായത്, അതായത് പണം നൽകുന്നതായിട്ടുള്ള തരത്തിൽ വാർത്ത പുറത്തു വന്നതോടുകൂടെ ആ ഒരു രാഷ്ട്രീയ പോരിന് അവസാനമായി എന്ന തരത്തിൽ വിശദീകരണം വന്നു കഴിഞ്ഞു. ഇതിനിടയിലാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള ശബ്ദ സന്ദേശം കൂടെ പുറത്തു വരുന്നത്. അതേസമയം ഈ പറയുന്ന ശോഭാ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ വോട്ട് പിടിക്കാൻ വേണ്ടി പണം ഒഴുക്കിയോ എന്നുള്ള സംശയങ്ങൾ അവിടെ തന്നെ നിൽക്കുകയാണ്. തിരഞ്ഞെടുപ്പിന്റെ 2 ദിവസം പിറകോട്ടാണ് ഈ പറയുന്ന വീഡിയോ പുറത്തേക്ക് പ്രചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് യാഥാർത്ഥ്യമാണോ അല്ലയോ എന്ന് വിശദീകരണങ്ങളിലൂടെയോ തെളിവുകളിലൂടെയോ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി ബൂത്തുകളിലേക്ക് എത്തുകയും ചെയ്തു. അതുകൊണ്ട് എന്താണ് യാഥാർത്ഥ്യം എന്നറിയാതെ ജനങ്ങളുടെ വിലയിരുത്തൽ ഏത് തരത്തിലാണ് പോയതെന്ന് പോലും അറിയാതെ വളരെ ആശങ്കയിലൂടെയാണ് ശോഭാ സുരേന്ദ്രനും പാർട്ടിയും മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം ആ വീഡിയോയിൽ പ്രചരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു വീട്ടിലേക്ക് ഒരു സ്ത്രീ വയോധികയായ വയോധികയായിട്ടുള്ള ഒരാളുടെ വീട്ടിലേക്ക് ഒരു സ്ത്രീ പോകുന്നതാണ്. അവിടെ പോകുന്നു, അവിടുന്ന് എന്തോ ഒരു സാധനം ആ ഒരു അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട്. തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന കോൺഗ്രസ് പ്രവർത്തകർ ഈ വിഷയത്തിൽ ഇടപെട്ട് അത് ആ വയോധികയുടെ കയ്യിൽ നിന്ന് 500 രൂപ നോട്ട് പുറത്തെടുക്കുന്നു. ആ സമയത്ത് ശോഭാ സുരേന്ദ്രൻ തന്റെ കാറിൽ നിന്നിറങ്ങി ദൃശ്യങ്ങൾ പകർത്തി അവരോട് തർക്കിക്കുന്നതായിട്ടുള്ള വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത്. തന്റെ അനുവാദമില്ലാതെ എങ്ങനെ വീഡിയോ എടുത്തു എന്നാണ് ശോഭ അപ്പോൾ ചോദിക്കുന്നത്. ഇതിനെതിരെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. ഇതൊരു വോട്ട് പിടിക്കാൻ വേണ്ടി പണമിറക്കിയ രീതിയാണ്, നിയമലംഘനമാണ്, ചട്ടലംഘനമാണ് എന്ന് ചൂണ്ടിക്കാണിച്ച് പരാതി നൽകി. ഇതോടുകൂടെയാണ് വലിയ ഗൂഢാലോചന ഇതിന് പിറകിലുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ വോട്ട് പിടിക്കാൻ വേണ്ടി താൻ പണമിറക്കി എന്ന് പറഞ്ഞുകൊണ്ട് തനിക്കെതിരെ കള്ളപ്രചാരണം നടത്തുന്നു എന്നൊക്കെ അവകാശപ്പെട്ടുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ രംഗത്തെത്തുന്നത്.
ഇതൊരു ഗൂഢാലോചനയാണ്, താൻ ഇത്തരത്തിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പരാതി നൽകി ശോഭ രംഗത്തുണ്ട് എങ്കിലും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നതിനൊരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. തന്നെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടിയിട്ട് എതിർ കക്ഷികൾ കെട്ടിച്ചമച്ച നാടകമാണ് എന്ന് BJP നിലപാട് നിലനിൽക്കുകയാണ്. ഇതിനിടയിൽ ഇപ്പോഴിതാ മറ്റൊരു സംഭവം കൂടെ ഉണ്ടാകുന്നു. ശോഭാ സുരേന്ദ്രന് കുരുക്കായിട്ട് ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ദല്ലാൽ നന്ദകുമാറിന്റെ ഒരു വെളിപ്പെടുത്തലാണ്. നമുക്കറിയാം, ശോഭാ സുരേന്ദ്രൻ, ദല്ലാൽ നന്ദകുമാർ എന്ന് പറയുമ്പോൾ എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിവാദ വിഷയമുണ്ട്, ഒരു 10 ലക്ഷം രൂപയുടെ വിവാദ വിഷയം. ആ 10 ലക്ഷം രൂപ ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ ദല്ലാൽ നന്ദകുമാറിന് നൽകി എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുമ്പ് പണം തിരികെ കിട്ടി എന്ന് ദല്ലാൽ നന്ദകുമാർ മാധ്യമങ്ങളോട് പറയുമ്പോൾ ഈ പണം കൊടുത്ത് വോട്ട് പിടിക്കാൻ ശ്രമിച്ച രീതിയും ദല്ലാൽ നന്ദകുമാറിന് 10 ലക്ഷം രൂപ കൊടുത്ത രീതിയും തമ്മിൽ ചില ബന്ധങ്ങളുണ്ട് എന്നുള്ളതാണ്. ഏപ്രിൽ 7-ന് പണം തന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടു എന്നാണ് ദല്ലാൽ നന്ദകുമാർ പറയുന്നത്. ഹരിഹരൻ എന്ന വ്യക്തിയുടെ ഒരു അക്കൗണ്ടിൽ നിന്നാണ് തനിക്ക് ഈ പണം ലഭിച്ചത് എന്ന് ദല്ലാൽ നന്ദകുമാർ പറയുന്നു. ഭൂമി നൽകാമെന്ന വാഗ്ദാനത്തിലാണ് പണം വാങ്ങിയതെന്നും പിന്നീട് ഭൂമി ലഭിക്കാത്ത സാഹചര്യത്തിൽ വിവാദമുണ്ടായതെന്നും അദ്ദേഹം വീണ്ടും ആവർത്തിക്കുന്നു. ഈ പണം തിരികെ ലഭിച്ച സാഹചര്യത്തിൽ കേസ് പിൻവലിക്കാൻ തീരുമാനിച്ചു എന്നാണ് നന്ദകുമാർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. മധ്യസ്ഥതയുടെ വഴിയാണ് പണം നൽകിയതെന്നും ഏത് അക്കൗണ്ടിലേക്കാണ് തുക നൽകിയതെന്ന് മുൻകൂട്ടി വിളിച്ച് ചോദിച്ചതായിട്ടും ദല്ലാൽ നന്ദകുമാർ പറയുന്നു. അതേസമയം പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ പദവി ലക്ഷ്യമിട്ട് ശോഭാ സുരേന്ദ്രൻ വലിയ തുക ചെലവഴിച്ചു എന്നുള്ള ആരോപണവും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. കൂടാതെ EP ജയരാജന്റെ പറ്റിയുള്ള ഓരോ വിവാദവും അടിസ്ഥാനരഹിതമാണ് എന്നും നന്ദകുമാർ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാലക്കാട് നിന്ന് മത്സരിച്ച ശോഭ തോൽക്കുമെന്നും ഇതേ അവസരത്തിൽ ദല്ലാൽ നന്ദകുമാർ ചൂണ്ടിക്കാട്ടി. ശോഭയെ ആരോ മനഃപൂർവ്വം ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് എന്നൊക്കെയാണ് നന്ദകുമാർ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് വെളിപ്പെടുത്തുന്നത് അല്ലെങ്കിൽ വ്യക്തമാക്കുന്നത്. ഇതിന്റെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കും മുമ്പ് ഇവിടെ ഇപ്പോൾ എന്തിനാണ് ദല്ലാൽ നന്ദകുമാറിന്റെ ഈ ഒരു പ്രവർത്തനം എന്നുള്ളൊരു ചോദ്യത്തിനാണ് പ്രസക്തിയേറുന്നത്. അങ്ങനെ ചോദ്യത്തിന്റെ പ്രസക്തി പരിശോധിക്കുകയാണെങ്കിൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും. ഇവ രണ്ടും നടന്നിരിക്കുന്നത് ഒരേ സമയത്താണെന്നുള്ളതാണ്. അതായത് ശോഭാ സുരേന്ദ്രൻ വോട്ട് പിടിക്കാൻ വേണ്ടി പണമിറക്കുന്നുണ്ട് എന്നുള്ള ആരോപണം വരുന്ന 7-ാം തീയതി, ആ 7-ാം തീയതി തന്നെയാണ് ദല്ലാൽ നന്ദകുമാറിൻ്റെയുമായുള്ള വിവാദ വിഷയം. ആ വിവാദ വിഷയത്തിൽ 10 ലക്ഷം രൂപ ശോഭാ സുരേന്ദ്രൻ ദല്ലാൽ നന്ദകുമാറിന് കൊടുക്കാനുണ്ട് എന്നുള്ള തരത്തിലുള്ള ആ 10 ലക്ഷം രൂപ ശോഭാ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ദല്ലാൽ നന്ദകുമാറിന്റെ അക്കൗണ്ടിലേക്ക് എത്തുന്നത്. അതായത് സംഭവം നടന്നിരിക്കുന്നത് ഒരേ ദിവസമായതുകൊണ്ട് തന്നെ ഈ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണോ എന്നുള്ള ചോദ്യങ്ങൾക്ക് ആക്കം കൂട്ടുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും തനിക്കെതിരെയുള്ള വ്യാജ പ്രചാരണമാണ് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ രംഗത്തുണ്ട്. അന്വേഷണം പുരോഗമിക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. പരാതി ലഭിച്ചതിനെ തുടർന്ന് പാലക്കാട് ജില്ലാ കളക്ടർ വരണാധികാരിയോട് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായിട്ട് ശോഭാ സുരേന്ദ്രൻ നേരിട്ടെത്തി മൊഴി നൽകി കഴിഞ്ഞതാണ്. വരണാധികാരിയുടെ റിപ്പോർട്ട് ഉടൻ തന്നെ കളക്ടർക്കും തുടർന്ന് കേരള മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തനിയും ഖേൽക്കർക്കും കൈമാറുമെന്നാണ് സൂചന. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് പ്രത്യേക അന്വേഷണവും ആരംഭിച്ചു കഴിഞ്ഞു. പാലക്കാട് മണ്ഡലത്തിൽ ഇത്തവണ കടുത്ത ത്രികോണ മത്സരമാണ് നടന്നതെന്നതിൽ സംശയമില്ല. BJP സ്ഥാനാർത്ഥിക്കെതിരെ ഉയർന്ന ഈ ആരോപണം രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. അതേസമയം വോട്ടെടുപ്പ് സമാധാനപരമായിട്ട് പൂർത്തിയായെന്നും ഇത്തവണ കള്ളപ്രചാരണങ്ങൾ ജനങ്ങൾ തള്ളിക്കളയുമെന്നുമാണ് BJPയുടെ പ്രതികരണം. ആരോപണ വിധേയമായ വീഡിയോയിലെ ആളുകളെയും പോലീസ് വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളും ഉണ്ട്. എന്തായാലും പാലക്കാട്ടെ ജനങ്ങൾ ഈ ഒരു വിവാദം എത്രത്തോളം മനസ്സിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ജനങ്ങളെ എത്രത്തോളം ഇതൊക്കെ സ്വാധീനിക്കുന്നുണ്ട് എന്നത് മനസ്സിലാക്കാൻ ഈ റിസൾട്ട് വരുന്നത് വരെ നമ്മൾക്ക് കാത്തിരിക്കേണ്ടി വരും. ഇത്തവണ കടുത്ത മത്സരം നടന്ന മണ്ഡലങ്ങളിൽ ഒന്ന് പാലക്കാടാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ഉണ്ടായിട്ടുള്ള ലൈംഗികാരോപണ പരാതികൾ, രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയിട്ടുള്ള കോൺഗ്രസ് നടപടി, രാഹുൽ മാങ്കൂട്ടത്തിനെ
ഒഴിവാക്കിയതിനു ശേഷം തങ്ങളുടെ കാൻഡിഡേറ്റായിട്ട് രമേശ് പിഷാരടിയെ ഇറക്കി വിജയമുറപ്പിക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസിന്റെ ആത്മവിശ്വാസത്തെ തകർത്തുകൊണ്ട് NDA രംഗത്തേക്ക് ഇറക്കിയ പോരാളിയായ ശോഭാ സുരേന്ദ്രൻ, അങ്ങനെ ഒരു കടുത്ത മത്സരം തന്നെയായിരുന്നു പാലക്കാട് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുമ്പ് വരെ വലിയ വിജയപ്രതീക്ഷയിലായിരുന്നു BJP. എന്നാൽ അപ്രതീക്ഷിതമായിട്ടുണ്ടായിട്ടുള്ള ആ പണവിതരണ വിവാദം വലിയ ആശങ്കകളിലേക്ക് BJPയെ കൊണ്ടെത്തിച്ചു. പക്ഷേ ഇത് ജനങ്ങൾ ഏത് തരത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്, വിലയിരുത്തിയിട്ടുണ്ട്, മറുപടി നൽകിയിട്ടുണ്ട് എന്നത് നമുക്കറിയേണ്ടതുണ്ട്. കേരള രാഷ്ട്രീയ ഭൂപടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള മണ്ഡലങ്ങളിൽ ഒന്നായിട്ടുള്ള പാലക്കാട് നിയോജക മണ്ഡലം സാംസ്കാരികവും തന്ത്രപ്രധാനവുമായിട്ടുള്ള പ്രാധാന്യങ്ങൾ കൊണ്ട് സവിശേഷമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. പാലക്കാട് നഗരസഭയും സമീപത്തെ 3 ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെടുന്ന ഈ മണ്ഡലം പാലക്കാട് ലോക്സഭാ മണ്ഡലങ്ങളുടെ ഭാഗമായിട്ട് 7 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ്. പശ്ചിമഘട്ടത്തിലെ ഏക പ്രകൃതിദത്ത ചുരമായിട്ടുള്ള പാലക്കാട് ചുരം ഈ മണ്ഡലത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയാണ്. തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലമായിട്ട് മാറുന്നുണ്ട്. തമിഴ്നാടിന്റെയും മലബാർ മേഖലയുടെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കവാടമായിട്ടാണ് ഈ ഒരു സ്ഥലം മാറുന്നത്. ചരിത്രപരമായി 18ാം നൂറ്റാണ്ടിൽ ടിപ്പു സുൽത്താൻ തന്റെ പടയോട്ടങ്ങൾക്കായി ഈ പാത ഉപയോഗിച്ചു. ഇതിന്റെ സ്മരണാർത്ഥം പാലക്കാട് നഗര മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ടിപ്പു സുൽത്താൻ കോട്ട ഇന്നും മണ്ഡലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര സ്മാരകമായിട്ട് നിലകൊള്ളുന്നു. വികസന സാധ്യതകളും ഗതാഗതവും തമിഴ്നാട്ടിന്റെ പ്രധാനപ്പെട്ട വ്യാവസായിക കേന്ദ്രമായിട്ടുള്ള കോയമ്പത്തൂരിലെ സാറ്റലൈറ്റ് സിറ്റിയായി മാറാൻ പാലക്കാടിനെ മാറ്റാനുള്ള സാധ്യതകളുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടാണ് ഇത്തവണ പാലക്കാട്ടെ ജനങ്ങൾ വോട്ട് ബൂത്തിലേക്ക് എത്തിയത്. സേലം കന്യാകുമാരി ദേശീയപാതയും പാലക്കാട് കോഴിക്കോട് ദേശീയപാതയും കടന്നു പോകുന്ന നഗരം ദക്ഷിണേന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ട്രാൻസിസ്റ്റ് ഹബ്ബായിട്ട് മാറുന്നുണ്ട്. ഈ മികച്ച ഗതാഗത സൗകര്യം നഗരത്തിന്റെ സാമ്പത്തിക വികസനത്തിന് ആക്കം കൂട്ടുന്നു. അത്തരം വികസനങ്ങൾ ഇനിയും ഇവിടെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് പാലക്കാട്ടുകാർ. പരമ്പരാഗതമായി UDFും LDFും മാറി മാറി ഭരിച്ചിരുന്ന മണ്ഡലങ്ങളിലാണെങ്കിലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് BJP ഇവിടെ 2ാം സ്ഥാനത്തെത്തുന്നത് വഴി ശക്തമായ ത്രികോണ മത്സരങ്ങൾക്ക് മണ്ഡലം വഴിയൊരുക്കിയിട്ടുണ്ട്. കേരളത്തിൽ BJP ഭരിക്കുന്ന ഏക നഗരസഭ എന്ന ഖ്യാതി കഴിഞ്ഞ 10 വർഷമായിട്ട് പാലക്കാടിനാണുള്ളത്. 2025 ഡിസംബറിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും BJP ഏറ്റവും വലിയ ഒറ്റ കക്ഷിയെങ്കിലും കേവല ഭൂരിപക്ഷം ലഭിക്കാത്തതിനാൽ ഭരണസമിതി രൂപീകരണം അനിശ്ചിതത്വത്തിലായ മണ്ഡലമാണിത്. 2011 മുതൽ 2024 വരെ ഷാഫി പറമ്പിലായിരുന്നു ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് പ്രവർത്തിച്ചിരുന്ന UDF പ്രവർത്തകൻ. എന്നാൽ 2024 ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച കോൺഗ്രസ് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗികാരോപണത്തിൽ പ്രതിയായും പാർട്ടിക്കുള്ളിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്ത മണ്ഡലത്തിൽ വലിയ രാഷ്ട്രീയ പ്രതിസന്ധി സൃഷ്ടിക്കപ്പെട്ടു. നിലവിൽ മുൻകൂർ ജാമ്യത്തിലുള്ള അദ്ദേഹത്തിന്റെ അറസ്റ്റ് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിർണായകമായേക്കാം എന്നുള്ള തരത്തിൽ രാഷ്ട്രീയ പോര് മുറുകുന്നതിനിടയിലാണ് വലിയ ഒരു സ്കോപ്പായിട്ട് അല്ലെങ്കിൽ വലിയൊരു വിജയ സാധ്യതയായിട്ട് ശോഭാ സുരേന്ദ്രൻ എന്ന ചിത്രം തെളിഞ്ഞത്. എന്നാൽ ആ ശോഭാ സുരേന്ദ്രന് ജനങ്ങൾ വോട്ട് ചെയ്യണം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നതിൻ്റെ ഒരു സാഹചര്യത്തിലാണ് പെട്ടെന്നൊരു ദിവസം ഈ പണം വിവാദം പൊട്ടിപ്പുറപ്പെടുന്നത്. ചെയ്തത് തെറ്റാണ് എന്നതിൽ യാതൊരു സംശയമില്ല. ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് തെറ്റാണ് എന്നതിൽ യാതൊരു സംശയമില്ല. പക്ഷേ അത് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ചെയ്തു എന്ന് തെളിയിക്കാനും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അതാണ് യഥാർത്ഥ അവസ്ഥ. ഇപ്പോൾ നിലവിൽ ശോഭാ സുരേന്ദ്രൻ ഈ പറയുന്നത് പോലെ പണം കൊടുത്ത് വോട്ട് പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള ആരോപണങ്ങൾ ശക്തമാകുന്നു. ഇതിനിടയിൽ ദല്ലാൽ നന്ദകുമാറിന് 10 ലക്ഷം രൂപ ലഭിച്ചു, അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ കൈമാറി എന്നുള്ള കാര്യങ്ങൾ കൂടെ പുറത്തു വരുമ്പോൾ പണമിറക്കി വോട്ട് പിടിക്കാനുള്ള ശ്രമങ്ങൾ BJP നടത്തിയോ എന്നുള്ള ചോദ്യം വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. എന്തായാലും ഇതിനുള്ള ഉത്തരം, വിശദീകരണം, ന്യായീകരണം ഒക്കെ തന്നെ ഇനി വരേണ്ടതുണ്ട്. ദല്ലാൽ നന്ദകുമാർ പറയുന്ന ആരോപണങ്ങൾ, വിശദീകരണങ്ങൾ, ഇതിനൊക്കെയുള്ള ശോഭയുടെ മറുപടിക്കായിട്ടാണ് കേരളം ഇപ്പോൾ ഇനി കാത്തിരിക്കുന്നത്.